ഓക്കെ ഗൈസ്, അപ്പോൾ റോക്കി ദുബായ്ക്ക് പോയത് 2 കാരണങ്ങൾ കൊണ്ടാണല്ലോ. അതുപോലെ ഞാൻ UK വന്നതും 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പഠിച്ച് പാസ്സായി പൈസക്കാരനാവുക, അത് നടന്നില്ല. രണ്ടാമത്തെ, ഇന്ന് നടത്തും. കാരണം ഞാനിപ്പോൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. ഓക്കെ, ഹൗ ടു ബുക്ക് എ ടിക്കറ്റ് ഫോർ FC ബാഴ്സലോണ ഫുട്ബോൾ മാച്ച്. അങ്ങനെ 2.5 വർഷത്തിനു ശേഷം ക്യാമ്പ് നൗ തിരിച്ചു വന്നു. ക്യാമ്പ് നൗവിൽ മെസ്സി വന്നു. കളിച്ച ആദ്യത്തെ 3 കളിയും നമ്മൾ ജയിച്ചു. ബട്ട് ടിക്കറ്റ് റേറ്റ് മാത്രം കുറയ്ക്കാൻ പറ്റൂല എന്ന് ലപ്പോട്ട മാമൻ തീർത്തു പറഞ്ഞു. കാരണം കടാണേ. സോ ലെറ്റ് സി എങ്ങനെ FC ബാഴ്സലോണയുടെ ഫുട്ബോൾ മാച്ച് കാണാൻ ടിക്കറ്റ് എടുക്കാമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, FC ബാഴ്സലോണയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അവിടെ കൂളർ ജോയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓഫേഴ്സ്, ടിക്കറ്റ്സ്, സംഭവങ്ങളൊക്കെ മെയിലായിട്ട് വന്നുകൊണ്ടിരിക്കും. എനിക്ക് നവംബർ 29 ഉണ്ടായിരുന്ന മാച്ചിന് വേണ്ടിയിട്ട് നവംബർ 24 ടിക്കറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞ് മെയിൽ വന്നത്. അതുവരെ VIP ടിക്കറ്റ്സ് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതാണെങ്കിൽ ഒടുക്കത്തെ റേറ്റാണ്, 650+ യൂറോയൊക്കെയാണ്. അപ്പോൾ നമ്മളെടുത്തത് ഏറ്റവും ബേസിക് ടിക്കറ്റാണ്, 149 യൂറോൻ്റെ സെക്കൻഡ് സൈഡ് അപ്പർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ടിക്കറ്റ്സാണ് നമ്മളെടുത്തത്. എൻ്റെ ഈ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ പാനോരമിക് വ്യൂ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. അതായത് FC ബാഴ്സലോണയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റും സംഭവങ്ങളൊക്കെയാണ്. ഇനി അത് മാത്രമല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന പോലെ 5 മിനിറ്റ് ടൈമാണ് നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ടുള്ളത്. അപ്പോൾ കാർഡും സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ട് തന്നെ സംഭവങ്ങൾക്ക് ഇരിക്കുക, അല്ലെങ്കിൽ ക്രോമിൽ ആഡ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ റിസീവ് ആവും. ആ മെയിലിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ്, ആരൊക്കെയാണ് വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം. വിത്ത് ID, പാസ്പോർട്ടാണ് ഇവർ ID ആയിട്ട് ചോദിച്ചത്. ഈ സ്പാനിഷ് IDക്ക് പകരം ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്ത് പാസ്പോർട്ട് നമ്പറൊക്കെ കൊടുക്കണം. പിന്നെ ഇമെയിൽ കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ആ ഇമെയിലിലേക്കാണ് നമുക്ക് ടിക്കറ്റ്സിൻ്റെ മെയിൽ വരാം. ഞാൻ ടിക്കറ്റ്സിൻ്റെ മെയിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് എപ്പോഴാണ് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ആവുന്നത് അതിന് 24 hours മുൻപും അല്ലെങ്കിൽ 3 hours മുൻപോ ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആവുള്ളൂ. അതിന് മുൻപ് നമ്മുടെ ടിക്കറ്റ് ഏതാണ്, അതായത് സീറ്റ് ഏതാണെന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിലാണ് നമുക്കത് റിസീവ് ആവുള്ളൂ. എനിക്ക് ആക്ച്വലി 28-ാം തീയതിയാണ് 29-ാം തീയതിയുടെ മാച്ചിന് വേണ്ടിയിട്ട് ഉള്ള ടിക്കറ്റ്, അതായത് നമ്മുടെ സീറ്റ് ഏതാണ് എന്നുള്ള അടക്കമുള്ള ഈ ടിക്കറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായും പോയി ക്യാമ്പ് നൗവിൽ മാച്ച് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ DM അയച്ചാൽ മതി. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതുകൂടാതെ എങ്ങനെ FC ബാഴ്സലോണ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫേമസ് ടീംസിൻ്റെ ഒക്കെ കളി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണൽ ടിക്കറ്റ്സ് എന്നൊക്കെ ഒരുവിധം എല്ലാ ഫുട്ബോൾ ഫാൻസിനും അറിയാവുന്നതായിരിക്കും, കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ബാഴ്സലോണയ്ക്കും ഉണ്ട് ഇങ്ങനത്തെ സീസണൽ ടിക്കറ്റ് ഹോൾഡേഴ്സ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരുവിധം എല്ലാ സീസണിലെ എല്ലാ മാച്ചസിനുള്ള ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന ക്രൗഡിൽ, അപ്പോൾ മാച്ച് ഡേയുടെ അന്ന് നമ്മൾ ആ ക്രൗഡിൽ പോയി കഴിഞ്ഞാൽ പലരും ഇങ്ങനെ ടിക്കറ്റ്സ് അവൈലബിൾ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നടക്കുന്നതേ കാണാം. അവരുടെ കയ്യിൽ നിന്ന് അവർ പറയുന്ന റേറ്റിന് ക്യാഷായി കൊടുത്തിട്ട് വേണം മേടിക്കാൻ. ഇതുപോലെ നമുക്ക് ഓൺലൈനോ അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ടുള്ള പേയ്മെൻറ്റോ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല, നമ്മളവിടെ എത്തി, ബാഴ്സലോണയിലെത്തി, നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ സീസണൽ ടിക്കറ്റ് ഹോൾഡേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ക്യാഷായിട്ട് തന്നെ കയ്യിൽ കാശുണ്ടായിരിക്കണം. അവർ പറയുന്നതാണ് റേറ്റ്. അപ്പോൾ നമുക്കതിൽ ബാർഗെയിനൊക്കെ ചെയ്യാം. ബാർഗെയിൻ ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ. ഞാനന്ന് കണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ എടുക്കുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനത് എടുക്കാൻ നിന്നില്ല. ബട്ട് ദിസ് ഈസ് എൻ ഓപ്ഷൻ പേയ്മെൻറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് FC ബാഴ്സലോണയുടെ ഒരു മാച്ച് ഡേക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ DM അയച്ചാൽ മതി. ഓക്കെ ഗൈസ്, താങ്ക് യു.